നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം ഓഫീസ് മുറിയിൽ ഡോക്ടർ CJ റോയ് സ്വയം വെടിയുതിർത്ത് മരിച്ച് 4-ാം ദിവസമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്ന വിവരമടക്കം പുറത്തു വരുന്നത്. എങ്കിൽ പോലും ആ ആത്മഹത്യയുടെ തീരുമാനം അതെന്താണ് എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടുമില്ല. ഒരുപാട് ഊഹാപോഹങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നുണ്ട്. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് തിരയുകയാണ് അന്വേഷണ സംഘം. മരണത്തിന് മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 9 പേജുകൾ അടങ്ങിയ ആത്മഹത്യ കുറിപ്പാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഏക തെളിവായിട്ട് കയ്യിലുള്ളത്. അതായത് അദ്ദേഹം നേരത്തെ തന്നെ തന്റെ ആത്മഹത്യ തീരുമാനിച്ചിരുന്നു എന്നതിന്റെ തെളിവായിട്ട് ഒരു ആത്മഹത്യ കുറിപ്പ് ഇപ്പോൾ കൈവശം ലഭിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ഇപ്പോഴത്തെ CJ റോയിയുടെ ജീവൻ എടുത്തത് ടാക്സ് ടെററിസം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും നിഗമനങ്ങളും കൂടെ വരുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് രാജ്യത്തേക്ക് വഴിവെക്കുന്നത്. ആദായ നികുതി വകുപ്പ് നടപടികൾക്കെതിരെ ബാംഗ്ലൂരുവിലെ വ്യവസായികളടക്കം ഇപ്പോൾ രംഗത്തെത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. റോയിയുടെ ജീവൻ എടുത്തത് ടാക്സ് ടെററിസം തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ് അവർ. വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അവരെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് സൂചന. നിരവധി വ്യവസായികൾ സമാന വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നും വ്യവസായി TV മോഹൻദാസ് പൈ ആരോപിക്കുന്നുണ്ട്. പരിശോധനയുടെ പേരിൽ ഉദ്യോഗസ്ഥരെ അഴിച്ചുവിടരുത് എന്നും ഇതാവശ്യപ്പെട്ടുകൊണ്ട് മോഹൻദാസ് ധനമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ടാഗ് ചെയ്തുകൊണ്ട് ഒരു ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം ആദായ നികുതി റെയ്ഡ് നടപടികൾക്കെതിരെ നൽകിയ ഹർജി CJ റോയ് 2 ദിവസത്തിന് ശേഷം പിൻവലിച്ചു എന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ആ തീരുമാനത്തിന് കാരണം എന്തായിരുന്നു എന്നതും ദുരൂഹമായി തുടരുകയാണ്. ഹർജി പിൻവലിക്കാൻ അപേക്ഷ പരിഗണിച്ചാണ് കർണാടക ഹൈക്കോടതി കേസ് തീർപ്പാക്കിയത്. കഴിഞ്ഞ ഡിസംബർ 3-ന് ആദായ നികുതി ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിനെതിരെയായിരുന്നു ഹർജി. റെയ്ഡ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. കൊച്ചിയിലെ ഉദ്യോഗസ്ഥർക്ക് ബാംഗ്ലൂരിൽ റെയ്ഡിന് അധികാരമില്ല എന്ന് ഹർജിയിൽ വാദിച്ചിരുന്നു. റെയ്ഡിൽ രേഖകൾ പിടിച്ചെടുക്കുന്നത് അനധികൃതമായിട്ടാണ് എന്നും CJ റോയ് ചൂണ്ടിക്കാണിച്ച് വാദമുന്നയിക്കുമ്പോൾ ആ ഒരു ഹർജിയാണ് അദ്ദേഹം പിൻവലിച്ചത്. അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഡിസംബർ 16-നാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. CJ റോയിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് കീഴിലെ 8 കമ്പനികളുമാണ് കോടതിയെ അന്ന് സമീപിച്ചിരുന്നത്. എന്നാൽ ഡിസംബർ 18-ന് ഹർജി പിൻവലിക്കാൻ അപേക്ഷ നൽകിക്കൊണ്ട് CJ റോയ് രംഗത്ത് വരികയായിരുന്നു. വിശദമായ വാദത്തിന് മുൻപേ ഹർജി പിൻവലിച്ചത് എന്തിനാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ശക്തമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം. ഹർജി പിൻവലിച്ചതോടെ കോടതി കേസ് തീർപ്പാക്കുകയായിരുന്നെന്നാണ് വിവരം. അതേസമയം ഡോക്ടർ CJ റോയ് ജീവനൊടുക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ആ കുറിപ്പ് അത് വലിയ രീതിയിൽ ചർച്ചയെ ആകർഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് മുമ്പ് അദ്ദേഹം തൻ്റെ കൂടെ നിന്നവരെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കൈവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന കുറിപ്പിൽ തൻ്റെ മരണത്തിന് കാരണമാകുന്ന ചില സൂചനകൾ നൽകുന്നു എന്നുള്ളതാണ് വിവരം. മരണത്തിന് മുൻപ് തന്നെ അദ്ദേഹം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കുറിപ്പ് കുടുംബാംഗങ്ങൾക്കാണ് ആദ്യമായിട്ട് ലഭ്യമാകുന്നത്. വിദേശ നിക്ഷേപങ്ങളിൽ തിരിച്ചടി നേരിടുന്നുണ്ട് എന്നുള്ള സൂചന ഈ കുറിപ്പിലൂടെ അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിച്ചതായിട്ടാണ് വിവരം. സ്വന്തം ഓഫീസ് മുറിയിൽ ഡോക്ടർ CJ റോയ് കഴിഞ്ഞ ദിവസമാണ് സ്വയം വെടിയുതിർത്ത് മരിച്ചത്. ഇങ്ങനെ മരണപ്പെട്ട 4-ാം ദിവസമാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പ് അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് കണ്ടെത്തുന്നത്. മരണത്തിന് മുമ്പ് അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്ന 9 പേജുകൾ അടങ്ങിയ കുറിപ്പാണ് കുടുംബാംഗങ്ങൾക്ക് ലഭ്യമാകുന്നത്. താൻ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഈ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് സൂചന. കുടുംബങ്ങളോട് മാപ്പ് ചോദിച്ച് തയ്യാറാക്കിയിട്ടുള്ള കുറിപ്പിൽ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നേരിട്ട തിരിച്ചടികളെ കുറിച്ചും അദ്ദേഹം വിവരിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരിട്ട സമ്മർദ്ദങ്ങളെക്കുറിച്ചും ഈ കുറിപ്പിലുണ്ട് എന്നാണ് സൂചന. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന നിർദ്ദേശങ്ങളും ഈ കുറിപ്പിലൂടെ അദ്ദേഹം പങ്കുവെക്കുകയാണ്. മാത്രമല്ല CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായക വിവരങ്ങളായിട്ടാണ് ഈ കുറിപ്പ് ഇപ്പോൾ മാറുന്നത്. റോയിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഡയറിയിൽ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ അതിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള MLA-മാരുടെയും സിനിമാ വ്യക്തികളുടെയും അടക്കം പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. CJ റോയിക്ക് എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നു. സംസ്ഥാനത്തെ 2 സ്വാധീനമുള്ള MLA-മാരുടെയും ഒരു മുൻ MP-യുടെയും പേരുകളാണ് ഇത്തരത്തിൽ ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന ഡയറി കുറിപ്പിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്നുള്ള MLA-മാരായും
കോലാർ ജില്ലയിലെ MLA-മാരുമായിട്ടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ചുള്ള സൂചനകളും പറയുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇതിനു പുറമെ ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത നടിമാരുടെയും മോഡലുകളുടെയും പേരുകളും ഡയറിയിൽ അദ്ദേഹം പരാമർശിച്ചതായിട്ടും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ദുബായിൽ താൻ നടത്തിയിരുന്ന ബിസിനസ്സുകളെക്കുറിച്ചും അവിടെ സ്വാധീനമുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും റോയ് ഇതേ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. നിലവിൽ ബാംഗ്ലൂരുവിലെ അശോക് നഗർ പോലീസ് റോയിയുടെ ആത്മഹത്യാ കേസിൽ അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് എന്നാണ് വിവരം. കൊച്ചിയിൽ നിന്നുള്ള 10 IT ഉദ്യോഗസ്ഥരാണ് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ 2 കാറുകളിലായിട്ട് അനേപാലിയയിലെ അപ്പാർട്ട്മെന്റ് ഓഫീസിലേക്ക് എത്തുന്നതും പരിശോധനകൾ നടത്തുന്നതും. സാധാരണയായി ഓഫീസ് അധികൃതരുടെ സാന്നിധ്യത്തിലാണ് പരിശോധനകൾ നടത്താറുള്ളത്. എന്നാൽ അന്ന് റെയ്ഡ് നടന്ന സമയത്ത് തന്നെ റോയ് രേഖകൾ എടുക്കാൻ വേണ്ടി പ്രത്യേക മുറിയിലേക്ക് പോകുകയായിരുന്നു. അങ്ങനെ പോയ റോയ് 15 മിനിറ്റിലേറെ ആ മുറിയിൽ ചെലവഴിച്ചതാണ് ദുരൂഹമായി തുടരുന്നത്. IT ഉദ്യോഗസ്ഥരുടെ നോട്ടീസിൽ ഒപ്പിട്ട ശേഷം CJ റോയ് തന്റെ മുറിയിൽ പോയി വാതിൽ പൂട്ടി അവിടെ ഇരിക്കുകയായിരുന്നു. 15 മിനിറ്റിന് ശേഷം മുറിയിൽ നിന്നൊരു വെടിയൊച്ച കേൾക്കുകയാണ് ഉണ്ടായത്. ഈ സമയത്തിനുള്ളിൽ റോയ് ആരെയോ ഫോൺ ചെയ്തതായിട്ടും കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ്. മാത്രമല്ല കമ്പനിയിലെ എല്ലാ CCTVകളും 2 മാസമായി ഓഫായി കിടക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കമ്പനിക്കും സംഭവിച്ചിരുന്നത് എന്നുള്ളതാണ് വലിയ ചോദ്യം. IT റെയ്ഡ് ഭയന്ന് CJ റോയ് ആത്മഹത്യ ചെയ്തതാണോ എന്ന സംശയം ഇതോടുകൂടെ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. എന്തായാലും ദുബായ്, ബാംഗ്ലൂർ തുടങ്ങിയ ചില സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് കോടിയുടെ സ്വത്തുക്കൾ ആണ് CJ റോയുടെ സ്വന്തമായിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത റോയ്ക്ക് ഒരു IT റെയ്ഡിൽ എന്തെങ്കിലും പഴുതുകൾ കണ്ടെത്തിയാൽ പോലും പിഴ അടച്ച് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ള സാഹചര്യത്തിൽ പോലും സ്വന്തം ജീവനൊടുക്കി എന്ന് പറയുമ്പോൾ അവിടെ വലിയ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുക്കുന്നത്. നിയമ നടപടിക്കുള്ള ഓപ്ഷൻ അടക്കം അദ്ദേഹത്തിന് മുൻപിൽ ഉണ്ടായിട്ട് പോലും അദ്ദേഹം സ്വന്തം ജീവൻ ഒടുക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകുമെന്നുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വൻകിട കമ്പനികളിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്കും അഭിഭാഷകർക്കും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകുന്ന ഒരു കേസ് മാത്രമായിരുന്നു നിലവിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ തളർത്തിയത് എന്ന തരത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരത്തിൽ അന്വേഷണങ്ങൾ ശക്തമാകേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹത ഓരോ ദിവസവും ശക്തമായി തന്നെ ഉയർന്നു കേൾക്കുകയാണ്. എന്തായാലും ഈ ഒരു അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായിട്ട് കേന്ദ്രത്തിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നുള്ള ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കഴിഞ്ഞ ദിവസം കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനമായ ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾക്ക് വേണ്ടുന്ന നടപടികളൊക്കെ കൈക്കൊണ്ടിട്ടുണ്ട്. സംഭവം പുനരാവിഷ്കരിക്കാനും ആലോചനയിലുണ്ട് എന്നാണ് വിവരം. CJ റോയ് ബാംഗ്ലൂരുവിൽ ചികിത്സ തേടിയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ മൊഴിയടക്കം രേഖപ്പെടുത്താനുള്ള തീരുമാനവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദമായിട്ടുള്ള മൊഴി SIT വീണ്ടും രേഖപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. കൊച്ചിയിൽ നിന്ന് പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥരോട് ബാംഗ്ലൂരു വിടരുത് എന്നുള്ള രേഖാമൂലമുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ജീവനക്കാരുടെ മൊഴിയും വീണ്ടും രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. റോയിയുടെ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചു വരുന്നു എന്നുള്ളതാണ് വിവരം. റോയ് ആത്മഹത്യ ചെയ്തതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് എങ്കിലും അദ്ദേഹം എന്തിന് ആത്മഹത്യ ചെയ്തു എന്നതാണ് ഇനി അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് കത്തയച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ഉത്തരവിടണം എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ കത്തിൽ ഈ അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായി ഭരണഘടനാ കോടതിയിലെ ജഡ്ജിയായി പ്രവർത്തിച്ചു പരിചയമുള്ള ഒരാളെ നിയമിക്കണമെന്നും ആവശ്യപ്പെടുന്നു. സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കണം. റെയ്ഡ് നടക്കുന്നതിനിടെ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി എന്നും 2 സാക്ഷികൾ ഇതിന് വേണം എന്നുള്ള സാഹചര്യത്തിൽ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ കത്തിലൂടെ വ്യക്തമാക്കുന്നത്. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ മാത്രം പൊതുസമൂഹത്തിൽ വിശ്വാസ്യത ഉറപ്പാക്കാൻ പര്യാപ്തമല്ല എന്ന് മുഖ്യമന്ത്രി കത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയെന്ന് കുടുംബം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും തന്നെ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള അന്വേഷണം വന്നത് കുടുംബത്തിന്റെ ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് ഏറെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് മുഖ്യമന്ത്രി കത്തിലൂടെ ചൂണ്ടിക്കാട്ടി. അതേസമയം CJ റോയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരുവിലെ കണ്ണീർ യാത്രാമൊഴി നൽകിക്കൊണ്ട് ജനങ്ങൾ എല്ലാവരും തന്നെ അവിടേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ പൊതുദർശനമൊക്കെ വലിയ രീതിയിൽ വികാരഭരിതമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം
ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത അദ്ദേഹം മലയാള സിനിമയ്ക്കും വലിയ സംഭാവനകളാണ് നൽകിയിരുന്നത്. ഓരോ കലാകാരന്മാരുടെയും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, മലയാളി വ്യവസായി എന്നതിനേക്കാൾ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളായിട്ടും പ്രവർത്തിച്ചിരുന്ന, കഷ്ടപ്പാടുകളിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യവസായിയായി മാറിയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ ആത്മഹത്യ എന്നുള്ള തീരുമാനം അദ്ദേഹം മുൻകൂട്ടി തീരുമാനിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്ന് ഇനി കണ്ടെത്തുന്നത് വരെ IT ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള ആശങ്കകൾ, പ്രതിസന്ധികളാണ് മുൻപിലുള്ളത്. കാരണം ആരോപണ വിധേയമായി നിൽക്കുന്നത് സർക്കാർ സംവിധാനങ്ങളാണ്. ആ സർക്കാർ സംവിധാനങ്ങളുടെ പാളിച്ചയാണ് അതോ നേരത്തെ തന്നെ റോയി മുൻകൂട്ടി തൻ്റെ ആത്മഹത്യ തീരുമാനിച്ചിരുന്നു എന്നത് വ്യക്തമായിട്ട് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതിൻ്റെ പെടാപ്പാടിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം.